അല്ലാഹു അല്ലാത്ത എന്തിനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തവക്കുൽ ചെയ്യുന്നുണ്ടോ ആ വഴിയിൽ നിന്ന് പരീക്ഷണം വരുന്ന. ചിലപ്പോൾ ചില കുട്ടികൾ പറയും, എന്റെ ഭർത്താവ് മുപ്പര് മരിച്ചാൽ എനിക്ക് ജീവിതമല്ല, മുപ്പരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല. ഫുള്ള് തവക്കുൽ ഭർത്താവിന്റെ മേത്തുക. ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കും, അതാണ്ടാവുക. മക്കളെക്കുറിച്ച് പാകത്തിന് മതിയെന്ന സ്നേഹം, അതൊക്കെ എന്തേ വല്ലാണ്ടങ്ങ് കൽബ് അങ്ങോട്ട് പോയാൽ ആ വഴിയിലൂടെ ഒരു പരീക്ഷണം വരും, നമുക്ക് താങ്ങാൻ കഴിയില്ല. തവക്കുൽ എവിടെയാണ്? ഇത് മുഅ്മിനീങ്ങളോട് ഖുർആൻ പറയാം, മുഅ്മിനീങ്ങൾ ഇങ്ങനെയൊക്കെയാ ജീവിക്കുക, അല്ലാഹുവിനെ ഏൽപ്പിക്കണം. നമ്മുടെ ജോലി, നമ്മുടെ മുതലാളിനെ തവക്കുലാക്കണമല്ലൊക്കെ ഉണ്ട്. പഠിച്ചോനെ എന്റെ എന്റെ മുതലാളി ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടോ, എന്റെ കുടുംബം ഉണ്ടോ? മുതലാളി മരിക്കൂലേ, ആൾക്ക് രോഗം വരൂലേ, അയാളെ ബിസിനസ് തകരൂലേ? അപ്പൊ ആരാ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ഇവരൊന്നും അല്ല. പിന്നെ ആരാണ്? അൽമൈറ്റി അല്ലാഹ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഇതൊക്കെ നമ്മുടെ ദീനും നമ്മുടെ ഇസ്ലാം നമ്മുടെ ഖൽബിൽ നിന്ന് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഈമാനും തവക്കുലൊന്നും ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. പെരുന്നാളോ റമദാനൊക്കെ വന്നു പോകുന്നുണ്ട് എന്നതിലപ്പുറം നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കി പണിയുന്ന ഒരു പണി അനിവാര്യമാണ്.